എന്തൊരു കഷ്ടമാണ്. അതായത് രേണു സുധിക്ക് ഇൻസ്റ്റഗ്രാം വഴി ഒരു ഫോട്ടോ പോലും അപ്ലോഡ് ചെയ്യാൻ അനുമതിയില്ല. കാരണം എന്താണ്? നമ്മുടെ യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, രേണു സുധി എന്ത് പോസ്റ്റ് ചെയ്താലും അതിനെ വെറുതെ നെഗറ്റീവായി യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുകയാണ്, വീഡിയോ ചെയ്യുകയാണ്. രേണു സുധി അതുപോലത്തെ ഡ്രസ്സ് ഇട്ടു, സുധിച്ചേട്ടനെ മറക്കാൻ പറ്റോ, ഇങ്ങനൊക്കെ പറഞ്ഞ്. ഇതൊക്കെ എന്തൊരു കഷ്ടമാണ്. ഞാനൊരു ഫോട്ടോസ് ഇടയിൽ വെച്ച് തരാം, നോക്കുക. ഈ ഫോട്ടോ രേണു സുധി അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ അപ്ലോഡ് ചെയ്യുകയാണ്. അതിന് വന്ന നെഗറ്റീവ് കമന്റ് എല്ലാത്തിലും ഞാനിടുന്ന ഈ വീഡിയോ കടക്കാം എല്ലാ പരിപാടിയും സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനത്തിൽ എല്ലാവർക്കും, മോഹൻലാലിനുണ്ട്, മമ്മൂട്ടിക്കുണ്ട്, ദിലീപിനുണ്ട്, കാവ്യമാധവനുണ്ട്, എല്ലാവർക്കും നെഗറ്റീവ് കമന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ അതിനെ മെയിൻ ചെയ്യാൻ പാടില്ല. പക്ഷേ വിവരമുള്ള 4-5 യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ, ഒരു ഫോട്ടോ വെച്ചാൽ നോക്കുക. റാരിയിൽ സന്ദീപ് എടപ്പൽ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഇദ്ദേഹം രേണു സുധിയെ ഒരു ഫോട്ടോ പോലും പോസ്റ്റ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. അപ്പൊ തന്നെ ഇതിനെ സ്ക്രീൻഷോട്ട് എടുത്ത് അതിനെ വീഡിയോ ചെയ്യും. ഓക്കെ, ഏതായാലും രേണു സുധിയുടെ ഈ ഫോട്ടോയെ കുറിച്ച് ഒരു പയ്യൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം അതിന് ശക്തമായ രീതിയിൽ രേണു സുധി മറുപടി കൊടുക്കുന്നുണ്ട്, അതും നമുക്ക് കേൾക്കാം. ഓക്കെ, ഈ ആളെ മനസ്സിലായോ? രേണു സുധിയുടെ പുതിയ ലുക്ക് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഈ ലോകം. നിങ്ങൾ ശരിക്കും ഞെട്ടിയോ? നീ എവിടെടാ തന്ത വൈബ? ഇവൻ എന്തൊക്കെയാണ് പറയുന്നത്? ഇത് ആരാണെന്ന് മനസ്സിലായോ? രേണു സുധിയോ? ഞാൻ ഒറ്റ കാര്യം ഇവനോട്, ഈ തന്ത വൈബനോട് ഒരൊറ്റ കാര്യം ചോദിക്കുകയാണ്. രേണു സുധിക്ക് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ഇടാൻ അനുമതിയില്ലേ? എന്തൊരു നീറ്റായിട്ടാണ് രേണു സുധി ഡ്രസ്സ് ഇട്ടത്. ഓക്കെ, നിങ്ങളുടെ സംശയത്തിന് ഞാൻ ഇവിടെ ദിയാകൃഷ്ണയുടെ ഒരു ഫോട്ടോ വെച്ച് തരാം, നോക്കുക. ഇത് ഒരു 10 ദിവസം മുമ്പ് ദിയാകൃഷ്ണ അപ്ലോഡ് ചെയ്തൊരു ഫോട്ടോയാണ്. നോക്കൂ, ഞാൻ 2 ഫോട്ടോ വെച്ച് തരാം. ഇവിടെ രേണു സുധി ഉണ്ട്, ഇവിടെ ദിയാകൃഷ്ണ ഉണ്ട്. ഈ 2 ഫോട്ടോയിലും എന്തൊരു വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഇതിന്റെ താഴെ, അതായത് ദിയാകൃഷ്ണയുടെ താഴെ വരുന്ന കമന്റ് എന്തൊക്കെ, എന്തൊരു മുത്തുമണിയാണ്, എന്തൊരു ചേലാണ്, എന്തൊരു അരകാണ്. ഇവിടെ വരുന്നത് എന്താണ്? രേണു സുധിയുടെ ഇവൾക്ക് ഏജ് ആയില്ലേ, ഇവളുടെ എന്താണ് അവസ്ഥ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇതൊരു വർഗീയത പോലത്തെ ഒരു സംഭവമാണ്. ഒരാൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, മറ്റൊരാൾക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. ഇത് കഷ്ടമാണ്. ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞു, സുധിച്ചേട്ടൻ അങ്ങനെയൊക്കെ വിചാരിച്ച് രേണു സുധി നെഗറ്റീവ് ഒക്കെ പറഞ്ഞു, ഓക്കെയാണ്, ഞാൻ എല്ലാവർക്കും സമ്മതിക്കുന്നു. ഒരു പ്രാവശ്യം ഒക്കെ നമുക്ക് പറയാനുള്ള റൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ അവർ എന്ത് ചെയ്താലും ഇങ്ങനെ നെഗറ്റീവ് അടിക്കുന്നത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് രേണു സുധി, ഈ ഡ്രസ്സിനെ കുറിച്ച് ഇത്ര വിവാദമായ സ്ഥിതിക്ക് രേണു സുധി ആ ഡ്രസ്സിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടി കേട്ട് നോക്കണം. പിന്നെ ഡ്രസ്സിന്റെ കാര്യം, ഈ ഡ്രസ്സ് എനിക്ക് വേറെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലടാ. എനിക്കത് അത്യാവശ്യം നല്ല ഇണങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ മറച്ചു തന്നെയാണ് വെച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ മറക്കേണ്ട കാര്യങ്ങളെല്ലാം മറച്ച. നോക്കുക, എന്തൊരു സങ്കടമായിട്ടാണ് രേണു സുധി പറയുന്നത്. അതായത് ഒരൊറ്റ കാര്യം പറയാം, നമ്മൾ ഇത്രമാത്രം രേണു സുധിക്ക് നെഗറ്റീവ് പറയുമ്പോൾ രേണു സുധി പൊന്തുകയാണ് അവിടെ. സത്യം പറഞ്ഞാൽ രേണു സുധിക്ക് ഇനി തിരക്കായിട്ടുണ്ടാവും. കാരണം ഉള്ള ആൽബം, ഷോർട്ട് ഫിലിമിലൊക്കെ രേണു സുധിയെ വിളിക്കും. കാരണം ഇത്രമാത്രം വൈറലായ ഈ അടുത്തായിട്ട് കേരളത്തിൽ തന്നെ ആരുമില്ല എന്ന് ഞാൻ പറയും. ആ ഡ്രസ്സിന് എന്താണ് കുഴപ്പം? ഞാനിപ്പോൾ ദിയാകൃഷ്ണയുടെ ഞാനൊരു ഡിഫറൻറ്റ് പറഞ്ഞു. അപ്പോൾ ഫിലിം ആക്ട്രസിന് അതുപോലെ തന്നെ കുറച്ച് പൈസക്കുള്ള ടീംസിന് എന്തും ചെയ്യാം. പാവങ്ങളായ ഒരാൾ ചെയ്താൽ അതൊരു കുഴപ്പം, ഇത് തെറ്റാണ്. ഓക്കെ, ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഒരു ഫീലിങ്സ് ആയി രേണു സുധി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതും കൂടി കേട്ടു നോക്കാം നമുക്ക്. വെറുതെ ആണല്ലോ ഫോട്ടോ എടുക്കത്തില്ല എല്ലാവരും, അങ്ങനെ എടുത്ത സാധനമാണ്. പിന്നെ എനിക്ക് ആ ഡ്രസ്സിനോട് ശരിയാണ്, കുട്ടി പറഞ്ഞ ശരിയാണ്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഇത്ര മാറ്റം, അയ്യോ. മരണത്തിന് ശേഷം സുധിച്ചേട്ടനുള്ളപ്പോൾ എനിക്ക് ഫോട്ടോഷൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെ കാണിക്കും. അത് എന്റെ ഇഷ്ടമല്ലേ, സുധിച്ചേട്ടന്റെ ഇഷ്ടമല്ലേ? തീർച്ചയായും. പിടികിട്ടിയോ? സുധിച്ചേട്ടനുള്ളപ്പോൾ എനിക്കിപ്പോൾ ഫോട്ടോഷൂട്ട് ചെയ്യേണ്ട, അഭിനയിക്കേണ്ട കാര്യമില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ ഏട്ടന് ഞങ്ങൾക്കൊരു കുടുംബത്തിനൊരു താങ്ങായിരുന്നു, തണലായിരുന്നു. എനിക്കിപ്പോൾ അറിയാവുന്ന പണി ഇതാണ്. അത് ഞാൻ അന്ന് പറഞ്ഞ, ഞാൻ അഭിനയ സിംഹമൊന്നുമല്ല, എന്നെ കളിയാക്കുന്നതല്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളടാ. ശിശുവാണ് അഭിനയത്തില്. ഇപ്പം എന്നെ വിളിക്കുന്ന ഓരോ ക്യാരക്ടർ, ഇപ്പം ആൽബം ആണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും സിനിമ വന്നിട്ടുണ്ട്, തിയേറ്റർ മൂവി വന്നിട്ടുണ്ട്. അതൊക്കെയാണെന്ന് പോലും വെറുതെ ഒന്നും അറിയാത്ത ഒരാളെ ചെന്ന് ചെയ്യിപ്പിക്കുമോ ഇവര്? നെഗറ്റീവ് കേട്ടാലെങ്കിൽ ഒന്നും അറിയാത്ത ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ഫേസ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ധൈര്യം വേണം, ഇല്ലേ? ഈ നെഗറ്റീവ് പറയുന്ന ഏതേലും ഒരുത്തനെ വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ മാറി നിൽക്കാം, എന്റെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റുമോ? മാർക്ക് നോക്കുക, എന്തൊരു ക്ലിയർ ആയിട്ടാണ് രേണു സുധി പറയുന്നത്. ചില്ലറ കാര്യമല്ല. ഇപ്പം ഞാൻ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഇത്ര ചെറുതായിട്ടൊന്നും സംസാരിക്കുന്നുണ്ടല്ലോ,
ഇതുപോലും നിങ്ങൾ വിചാരിക്കും ചില്ലറ കാര്യമാണെന്നല്ല. നമുക്ക് തെറ്റാതെ 2 ലൈന് പറയണമെങ്കിൽ നല്ല പണിയുണ്ട് ഇതിനെ എഡിറ്റൊക്കെ ചെയ്യാൻ. അപ്പം ഞാൻ പറയുന്നത് രേണു സുധി നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ പണിയെടുക്കുന്നത്. അങ്ങനെയൊക്കെ അഭിനയിക്കാൻ എത്ര കഷ്ടമുണ്ട്. ഈ ഒന്നും അറിയാത്ത ആൾക്കാരാണ് ഈ കമന്റ് ഇടുന്നത്. അതായത് അവർക്ക് പോയി 4 ആളെ സംസാരിച്ചിട്ട് അറിയൂല, ഒരു മൊബൈലിൽ റീൽ ചെയ്തിട്ട് അറിയൂല, ഒന്നും അറിയൂല, ദുനിയാവിന്റെ ബോധം എന്തെന്ന് പോലും അറിയില്ല, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോലും കഴിയൂല, വീട്ടിൻ്റെ അകത്ത് കിടന്നുകൊണ്ട് മിണ്ടാതെ എന്തൊക്കെയോ ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇത്തരത്തിൽ കമന്റ് ഇടുന്നത്. ഞാൻ ഒരൊറ്റ കാര്യം പറയുകയാണ്, നിങ്ങൾ കിട്ടിയവർക്ക് നെഗറ്റീവ് കമന്റ് ഇടാതെ നിങ്ങൾ സ്വന്തമായിട്ട് 4 ആളിലേക്ക് എത്തുന്ന ഒരു വഴി നോക്കൂ എന്ന് ഞാൻ പറയുകയാണ്. രേണു സുധി കരഞ്ഞുകൊണ്ട്, അതായത് അവരുടെ ഫീലിങ്സിലൂടെ അടുത്തൊരു കാര്യം കൂടി പറയുകയാണ്. ഞാൻ ആരുടെ കൂടെ എന്ത് ഫോട്ടോ ഇട്ടാലും എന്ത് വീഡിയോ ഇട്ടാലും അതിന് നെഗറ്റീവ് വരുന്നുണ്ട്, അത് അവർ തന്നെ പറയുന്നുണ്ട്. അതും കൂടി കേട്ടു നോക്കാം നമുക്ക്. അങ്ങനെ ഇങ്ങനെ അപ്പൊ ഞാൻ ആരുടെ കൂടെ ഇപ്പൊ ഒരു ഇനിയിപ്പോ പെണ്ണുങ്ങളുടെ കൂടെ ഇട്ടാൽ പോലും ചിലപ്പം കമന്റ് വരും. അതാണ് എൻ്റെ അവസ്ഥ. അതിനൊക്കെ കാരണം രേണു സുധി ആയതുകൊണ്ടാണ്. അതെ, കൊല്ലം സുധിച്ചേണ്ട വൈഫ് ആയതുകൊണ്ടാണെന്നൊരു ഒറ്റ ഉത്തരം എനിക്കുള്ളൂ. ഓക്കെ, അതേ എനിക്കിപ്പോൾ പറയാൻ പറ്റും. കാരണം രേണു സുധി എന്ത് ചെയ്താലുമാണല്ലോ ആൾക്കാർക്ക് വിഷയം. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാനായതുകൊണ്ട്. മനസ്സിലായി. ചേച്ചി ഇപ്പൊ ഫുൾ കോൺട്രവേഴ്സീസ് ആണല്ലോ ഇങ്ങനെ പറയുന്നു. അപ്പൊ ഈ ഒരു കോൺട്രവേഴ്സി ഫ്രീ ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടോ? ഫ്രീ ലൈഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം പോകുന്ന ആ ലൈഫില്ലേ, ഇത് ഞാൻ ആസ്വദിച്ച് തന്നെയാണ് പോകുന്നത്. ഇത്രയും കോൺട്രവേഴ്സീസും നെഗറ്റീവ്സ് ഓരോരുത്തരുടെ മനസ്സിലെ ചിന്തകളാണ്. ഈ നെഗറ്റീവ് പറയുന്ന ഒരൊറ്റ മനുഷ്യർ, ഇപ്പം ഞാൻ എവിടെയെങ്കിലും ഒക്കെ, ഞാൻ ട്രെയിനകത്തൊക്കെ പോകുന്ന ആളാണ്. ട്രെയിനാണ് എനിക്ക് ടിക്കറ്റ് കിട്ടുന്ന, ജനറലാണ് ഞാൻ പോകുന്നത്. ബസ്സിന് പോകും, KSRTC ബസ്സിന്. ഇപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ പോകുന്നത്, ഓട്ടോയിൽ പോകും. അപ്പോഴൊക്കെ ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞ് ഓടി വരും, യോരെയാണ് ചേച്ചി അങ്ങനെ. ഇന്ന് ഈ നിമിഷം വരെ ഒരു മനുഷ്യന് നേരിട്ട് എന്നെ നെഗറ്റീവ് പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ്? ഇത്രയും പേര് നെഗറ്റീവ് പറയുന്നവർ, ഈ ആൾക്കാരെല്ലാം എന്നെ കാണുമ്പോൾ എന്നെ ഇന്ന് വരെ എന്തൊരു സങ്കടമേറിയാണ് രേണു സുധി കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ നാട്ടിൽ ഈ അടുത്തായി ഷഹബാസിനെ കൊലപ്പെടുത്തി. ഓക്കെ, അതിനുശേഷം അതുപോലെ എത്ര കാര്യങ്ങളാണ് നടന്നത്. അതിനൊക്കെ മീഡിയാസിനും സോഷ്യൽ മീഡിയക്കും നെഗറ്റീവ് കമന്റ് ഇടുന്നവർക്കും ചർച്ച ചെയ്യാനുള്ളത് വെറും 3-4 ദിവസമാണ്. രേണു സുധി ഇത്തരത്തിൽ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമായി. നോക്കുക, എന്തൊരു കഷ്ടമാണ്. അവരവരെ വഴിക്ക് വിടുക. ആദ്യം കുറച്ചങ്ങളൊക്കെ നെഗറ്റീവൊക്കെ ഉണ്ടാകും, നമുക്കൊക്കെ പ്രതികരിക്കാം. ഓക്കെ, ഇതിപ്പോൾ രേണു സുധിക്ക് പോയി ഒരു ഫോട്ടോ പോലും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. ഇത് തെറ്റാണ്. സമൂഹത്തിന് മുമ്പിൽ ഞാൻ വിളിച്ചു പറയുകയാണ്, അവരുടെ ഇഷ്ടമാണ് എന്ത് ധരിക്കണം, ആരുടെ കൂടെ അഭിനയിക്കണം, എല്ലാം അവരുടെ ഇഷ്ടമാണ്. വെറുതെ നമ്മൾ കുറേ നെഗറ്റീവ് കൊടുത്തുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുക. നമ്മൾ കുറേ ടോർച്ചർ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ കഴിവ് തന്നെ ഇല്ലാതാകും. അതായത് ഞാൻ ഇത്രയൊക്കെ അഭിനയിക്കുമ്പോൾ പോലും എല്ലാവരും ഇത്രമാത്രം നെഗറ്റീവ് തന്നെ എന്താണ് അങ്ങനെ പറഞ്ഞ് ഒരുപക്ഷെ അവർക്ക് നാളുകളിൽ വരുന്ന ഈ അതായത് അഭിനയിക്കാൻ വിളിക്കുന്നവരൊക്കെ കുറഞ്ഞു വരും. അപ്പോൾ ഞാൻ പറയുന്നത് അവർ വിടുക. ഇനി അവർ അതായത് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മാത്രം നിങ്ങൾ ചർച്ച ചെയ്യുക. എന്തൊക്കെ ചർച്ച ചെയ്യാനുണ്ട് ഈ ദുനിയാവിൽ, ഇത് മാത്രമാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഏതായാലും രേണു സുധിയെ വെറുതെ വിടുക എന്ന് പറഞ്ഞുകൊണ്ട് ആ സന്ദീപ് എടപ്പലിനെ പോലത്തെ യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഒന്ന് വേറെന്തെങ്കിലും കണ്ടിട്ട് ജീവിച്ചൂടെ? നമ്മളെപ്പോലത്തെ ആളല്ലേ രേണു സുധി, ഒരു പെണ്ണല്ലേ, എന്തെങ്കിലും ഭർത്താവ് മരിച്ച ഒരു പെണ്ണല്ലേ, എന്തൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെയോ ഉണ്ടാവും. എനിക്കറിയാം, ഞാനൊന്നും പറയുന്നില്ല. രേണു സുധി നെഗറ്റീവ് ഒക്കെ ഉണ്ടാവും. പക്ഷെ എന്തായാലും വിട്ടൂടെ സന്ദീപേ? ഒരു പെണ്ണല്ലേ സന്ദീപേ, നീ എന്തിനാണ് ഒരു ഫോട്ടോ കിട്ടുമ്പോൾ അതിനെ എടുത്ത് ഇങ്ങനെ വീഡിയോ ഇടുന്നത്? ഓക്കെ, ഏതായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.